നമസ്കാരം സുഹൃത്തുക്കളെ, പോസിറ്റീവ് ടോക്സ് എന്ന നിങ്ങളുടെ സ്വന്തം ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലെ പകുതിയിലധികം പേരും അനുഭവിക്കുന്ന, എന്നാൽ ആരോടും തുറന്നു പറയാത്ത ഒരു വല്ലാത്ത ഒരു നീറ്റൽ അല്ലെങ്കിൽ വേദനയെക്കുറിച്ചാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകിത്തീരുന്ന മെഴുകുതിരികളെ പോലെയാണ് ചിലർ. സ്വന്തം വീടിന് വെളിച്ചം വേണോ എന്ന് നോക്കില്ല, പക്ഷേ അയൽക്കാരൻ്റെ ഇരുട്ട് മാറ്റാൻ അവർ ഓടും. കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നാൽ, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ ആദ്യം ഓടിയെത്തുന്നത് നിങ്ങളായിരിക്കും. എനിക്ക് വയ്യ എന്ന് നിങ്ങൾ ഒരിക്കലും പറയില്ല. പക്ഷേ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, ഇതേ നിങ്ങൾക്ക് ഒരു തളർച്ച വരുമ്പോൾ നിങ്ങൾക്കൊന്ന് ചായ ഇട്ട് തരാനോ അല്ലെങ്കിൽ സാരമില്ലടാ കൂടെയുണ്ട് എന്ന് പറയാനോ ആരും ഉണ്ടാവില്ല. ഈ വിടവ് നിങ്ങളെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണ് ലോകം ഇത്ര ക്രൂരമാകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. ഇതിനെ ചില കാരണങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഒന്നാമത്, അമിതമായ ലഭ്യത, ഓവർ അവൈലബിലിറ്റി. നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആണ്. വിളിച്ചാൽ ഉടനെ ഓടിയെത്തുന്ന ഒരാളെ ലോകം പലപ്പോഴും വില കുറച്ചേ കാണും. ഇവൻ എങ്ങും പോകില്ല, ഇവൻ എപ്പോഴും ഉണ്ടല്ലോ, അല്ലെ ഇവളെ എങ്ങും പോകില്ല, ഇവളെപ്പോഴും കൂടെയുണ്ടല്ലോ എന്ന ചിന്ത അവരിൽ വരുന്നു. മറവി, മനുഷ്യ സഹജമായ ഒരു കാര്യമാണ് മറവി. സഹായം കിട്ടിക്കഴിഞ്ഞാൽ ആശ്വാസമാകും, പിന്നെ ആ സഹായം ചെയ്ത വ്യക്തിയെ അവർ ഓർക്കണമെന്നില്ല. നിങ്ങൾ എല്ലാം ഒറ്റയ്ക്ക് നേരിടുന്ന ആളാണെന്ന് മറ്റുള്ളവർ കരുതിയിട്ടുണ്ടാകാം. അവന് എന്തിനാ സഹായം, അവൻ സ്ട്രോങ് അല്ലേ എന്നൊരു തെറ്റായ ധാരണ അവരിൽ ഉണ്ടാകാൻ നിങ്ങൾ തന്നെ കാരണമായിട്ടുണ്ടാകാം. ഈ മാനസികാവസ്ഥയെ എങ്ങനെ നേരിടാം? ഈ സങ്കടത്തിൽ നിന്ന് പുറത്തു കടക്കാൻ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്, പ്രതീക്ഷകളെ നിയന്ത്രിക്കുക. ഗീതയിൽ പറയുന്നത് പോലെ കർമ്മം ചെയ്യുക, ഫലം പ്രതീക്ഷിക്കരുത്. നിങ്ങൾ ഒരാളെ സഹായിക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ടാണ്. അയാൾ തിരിച്ചു ചെയ്യും എന്ന കരാറിലല്ല. തിരിച്ചു കിട്ടുന്നത് പ്രതീക്ഷിക്കാതിരുന്നാൽ വേദന പകുതി കുറയും. മുൻഗണനകൾ മാറ്റുക, പ്രയോറിറ്റി യുവർ സെൽഫ്. സ്വന്തം ആരോഗ്യം കളഞ്ഞും ഉറക്കം കളഞ്ഞും മറ്റുള്ളവരെ സഹായിക്കുന്നത് നിർത്തുക. നിങ്ങൾക്ക് മിച്ചമുള്ളത് മാത്രം മറ്റുള്ളവർക്ക് നൽകുക. സ്വന്തം പാത്രം നിറഞ്ഞാലേ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ കഴിയൂ. സൗഹൃദങ്ങൾ ഫിൽട്ടർ ചെയ്യുക. ആപത്തിൽ കൂടെയില്ലാത്തവരെ പതുക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻനിരയിൽ നിന്ന് മാറ്റുക. അവരോട് ദേഷ്യം കാണിക്കാനല്ല പറയുന്നത്, പക്ഷേ നിങ്ങളുടെ വിലയേറിയ സമയം അവർക്ക് വേണ്ടി ഇനി കളയരുത്. മാനസികമായ കരുത്ത് നിങ്ങൾ നേടണം. എനിക്കാരുമില്ലെങ്കിലും ഞാൻ എന്നെ നോക്കാൻ പ്രാപ്തനാണ് എന്ന ആത്മവിശ്വാസം വളർത്തുക. ആരുമില്ലെങ്കിലും ഞാനുണ്ട്, ഞാൻ എന്നെ നോക്കാൻ പ്രാപ്തനാണ് എന്ന ആത്മവിശ്വാസം വളർത്തുക. ആരെയും ആശ്രയിക്കാതെ നിൽക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. ഇന്നു മുതൽ നിങ്ങൾ ഒരു കാര്യം പരീക്ഷിക്കുക. ആരെയെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ ഉടനെ യെസ് പറയുന്നതിന് പകരം നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ വില കൊടുത്താൽ മാത്രമേ ലോകം നിങ്ങൾക്ക് വില തരൂ. അതുപോലെ നിങ്ങളുടെ വിഷമങ്ങൾ വിശ്വസ്തരായ 1-2 പേരോട് മാത്രം പങ്കുവയ്ക്കുക. എല്ലാവരോടും പറഞ്ഞ് നിങ്ങളുടെ സങ്കടത്തെ ഒരു തമാശയാക്കി മാറ്റാൻ ആരെയും അനുവദിക്കരുത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ചെയ്യുന്ന നന്മകൾ ഒരിക്കലും പാഴാകില്ല. മനുഷ്യർ അത് കണ്ടില്ലെങ്കിലും ദൈവം അല്ലെങ്കിൽ ഈ പ്രകൃതി അത് കാണുന്നുണ്ട്. അതിൻ്റെ ഫലം മറ്റൊരു രൂപത്തിൽ നിങ്ങളെ തേടിയെത്തും. അതുകൊണ്ട് നന്മ ചെയ്യുന്നത് നിർത്തരുത്, പക്ഷേ അത് സ്വയം മറന്നുകൊണ്ടാകരുത്. പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത്, നമ്മളോട് ഒരാൾ ആവശ്യപ്പെടാതെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഒരു സഹായവും ചെയ്തു കൊടുക്കാതിരിക്കുക. നിങ്ങളോട് സഹായം ആവശ്യപ്പെട്ടാൽ സമയമുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്തു കൊടുക്കുക. ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിനെ അല്പമെങ്കിലും
സ്പർശിച്ചുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അനുഭവം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നുപോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ പോസിറ്റീവ് ചിന്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.